ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കളമശ്ശേരി നഗരസഭ 27-ാം വാർഡിൽ വിജയിച്ച പ്രമോദ് തൃക്കാക്കരയാണ് എന്നോടൊപ്പം ഉള്ളത്. അതിലൊരു പ്രത്യേക ഒരു ചരിത്രവുമുണ്ട്. കളമശ്ശേരി നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു BJP സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുറി കളമശ്ശേരി നഗരസഭയിലേക്ക് എത്ര BJP അംഗങ്ങളെ കൊണ്ടുവരാൻ കഴിയും? നമ്മുടെ കൗൺസിലറായ പ്രമോദിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എത്ര സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ നിർത്തിയിട്ടുള്ളത്? നമ്മളേതാണ്ട് ഇപ്പോൾ 21ഓളം സ്ഥാനാർത്ഥികളെയാണ് നമ്മളിപ്പോൾ കളമശ്ശേരിയിൽ പ്രഖ്യാപനമായിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി രണ്ടാം ഘട്ടമായിട്ട് സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിക്കാനുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് കളമശ്ശേരിയിൽ ഒരു കൗൺസിലർ മാത്രമാണ് BJPയുടെ ചിഹ്നത്തിൽ ജയിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ ഒന്നിൽ കൂടുതൽ, അതായത് നാലിൽ കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പാർട്ടികളെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥികളെ ഉറ്റുനോക്കുന്നുണ്ട്. BJPകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പ്രവർത്തന ശൈലി തന്നെ മാറ്റിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യാതൊരു സംശയമില്ല, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. കാരണം അവർ ജനങ്ങളുടെ ഇടയിൽ വരുമ്പോൾ പറയുന്ന കാര്യങ്ങളും അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും രണ്ടും രണ്ടാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് ഭാരതത്തിൽ അവർ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിലാണ് മത്സരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല അവർ ഒറ്റയ്ക്കല്ലാതെ വ്യത്യസ്തമായ ഇതിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലായിടത്തും ഒരു സ്ഥാനാർത്ഥിയുള്ളൂ ഇന്ത്യ മുന്നണിക്ക്. ഒരു മുന്നണി സംവിധാനത്തിൽ പോകുന്ന ആളുകൾ കേരളത്തിൽ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയം വിജയിപ്പിക്കണം, അതല്ലെങ്കിൽ അവരുടെ അധികാരവും അവരുടെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചുകൊണ്ട് മത്സരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നു. ഇന്ന് ഭാരതത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BJP എല്ലായിടത്തും ഏത് സംസ്ഥാനത്തിലും BJP ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവർ രണ്ട് മുന്നണികളായിട്ട് കേരളത്തിൽ മാത്രം മത്സരിക്കുന്നതാണ് ഇന്ത്യ മുന്നണി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ ഒരുപാട് അഴിമതി കാര്യങ്ങളും അതുപോലെ മാലിന്യ പ്രശ്നങ്ങളും അതുപോലെ ലൈഫ് പദ്ധതികളും ഇതെല്ലാം അട്ടിമറി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ്, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറമാണ്. അത് നിങ്ങൾ കളമശ്ശേരി നഗരസഭയുടെ ഒരു ബഡ്ജറ്റ് പുസ്തകങ്ങൾ, അതായത് നമ്മൾ ഓരോ വർഷങ്ങളിലും നഗരസഭ പാസ്സാക്കുന്ന ബഡ്ജറ്റ് പുസ്തകങ്ങൾ എടുത്താൽ അതിൽ വന്നിരിക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ മാത്രമാണ് ഇവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു തനത് ഫണ്ടിൽ ഈ വർഷം ഈ ഭരണസമിതിക്ക് തനത് ഫണ്ടിൽ നിന്നും ഒരു പദ്ധതി, ഒരു പുതുമയുള്ളൊരു പദ്ധതി എന്തെങ്കിലും ചെയ്തായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഭരണപക്ഷത്തിനോ അവകാശപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ പൊട്ടച്ചാൽ ഉൾപ്പെടെ അമൃത് പദ്ധതി, അതായത് അപ്പർ വാട്ടർ ടാങ്ക്, കുസാറ്റ് ക്യാമ്പസിൽ വരുന്ന വാട്ടർ അതോറിറ്റിയുടെ അപ്പർ വാട്ടർ ടാങ്ക്, അത് അമൃത് പദ്ധതിയാണ്, കേന്ദ്ര പദ്ധതിയാണ്. അതുപോലെ ഇവിടെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുകയും കുളങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന പദ്ധതി, അത് അമൃത് പദ്ധതിയാണ്. ഇന്ന് ഇപ്പോൾ നമ്മൾ 4-ാം വാർഡിൽ വന്നിരിക്കുന്ന പാർക്ക്, അതായത് ഓപ്പൺ ജിമ്മിനോട് ചേർന്ന് തന്നെയുള്ള പാർക്കും ഓപ്പൺ ജിമ്മും വരുന്ന അമൃത് പദ്ധതിയാണ്. അങ്ങനെ ഒത്തിരി വികസന പദ്ധതികൾ, അതായത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു പദ്ധതികളെല്ലാം തന്നെ വന്നിരിക്കുന്നത് കേന്ദ്ര പദ്ധതികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് പുസ്തകം എടുത്താൽ അറിയാൻ പറ്റും, അതിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയിരിക്കുന്നത് കേന്ദ്ര പദ്ധതികളാണ്. പിന്നെ ലൈഫ് മിഷൻ, നമുക്കറിയാം ലൈഫ് മിഷൻ എങ്ങനെയാണ് ലൈഫ് മിഷൻ ആയെന്നുള്ളതും. ഇന്ന് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ആണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കേരളത്തിൽ വന്നപ്പോൾ ലൈഫ് മിഷനായി മാറി. പക്ഷേ കളമശ്ശേരി നഗരസഭയിൽ സ്ഥലമില്ലാത്ത ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഈ നഗരസഭയ്ക്ക് ഇത്രയും കാലമായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം, ജനങ്ങൾ ചിന്തിക്കട്ടെ. കാരണം ഈ മാറി വരുന്ന ഭരണങ്ങൾ സംസ്ഥാനത്തുണ്ടാകുമ്പോഴും തുടർച്ചയായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കളമശ്ശേരി. അപ്പോൾ ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു സ്ഥലം എടുത്ത് ആ സ്ഥലത്ത് വീട് പണിയാൻ ഇത്ര നാളായിട്ട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഞങ്ങളത് രാഷ്ട്രീയപരമായിട്ട് ആരോപണമായിട്ടല്ല പറയുന്നത്, ജനങ്ങൾ ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യും. ഈ കുറി അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ, കോൺഗ്രസിന് പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ പറയുന്ന പല സ്ഥലങ്ങളിലുള്ള മത്സരങ്ങൾ മാറി വരുന്നു. അതുപോലെ തന്നെ സ്ഥാനമോഹികൾ രാജിവെച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളതും ഈ പ്രാവശ്യം ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം പൊതുജനങ്ങളുടെ വികാരം എന്താണെന്ന് ഈ പ്രാവശ്യം വോട്ടിലൂടെ തിരിച്ചറിയും കോൺഗ്രസ്. കാരണം ആ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടായിരിക്കുന്നത്, ഏത് രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം, ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ജനങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കണു. അതിൻ്റെ പ്രതിഫലനം കോൺഗ്രസിനുണ്ടാവും. അപ്പൊ ഈ കുറി എത്ര പേരും? 4 പേര് ഉറപ്പാണ്? 4-ൽ കൂടുതൽ. 4-ൽ കൂടുതൽ. അതെ. 46 പറയുന്നില്ല. ഇല്ല. അത് നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ, കാരണം നമുക്കറിയാം BJP കളമശ്ശേരിയിലെ വളർച്ച എന്താണെന്നും BJP വളർന്നു വരുന്ന മേഖലകൾ ഏതാണെന്നും നിങ്ങൾക്കറിയാം. അതിന് മാറ്റമുണ്ടാവും, ജനങ്ങൾ മാറ്റം ഉണ്ടാവുന്നല്ലോ. ഇപ്പം നമ്മൾ സംസ്ഥാനം ഭരിക്കും എന്ന് പറയുമ്പോഴും നമുക്ക് എത്ര മണ്ഡലങ്ങളിൽ നമ്മൾ ജയിക്കും എന്നുള്ളതൊക്കെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ഒരു മാറ്റം കളമശ്ശേരിയിലുണ്ട്. ആ മാറ്റം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ മാറ്റത്തിന് അനുസരിച്ച് BJP ശക്തമായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പ്രമോദ് പറഞ്ഞതുപോലെ 4-ൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ നമുക്ക് ഈ തവണ കളമശ്ശേരി നഗരസഭയിലേക്ക് കൗൺസിൽ അംഗങ്ങളായിട്ട് കാണാം.